മെമ്പറെ അവിടുത്തെ പരിപാടി ഫുള്ള് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മെമ്പർ വന്നൊന്ന് ഉദ്ഘാടിച്ചു തന്ന പരിപാടി സെറ്റ്. പിന്നെ മെമ്പറിന് ഈ ഫുട്ബോളിനെ കുറിച്ച് വലിയ പിടിയില്ലാത്തതുകൊണ്ട് ഞാൻ കളി കാണിച്ചു തന്നിട്ട് കാര്യം പറഞ്ഞുതരാം. എൻ്റെ പൊന്നെ മെമ്പറെ, ഇതാണ് കളി. എന്നിട്ട് ഇവിടെ ഒരു 11 കാണും, ഇവിടെ ഒരു 11 കാണും. നടുക്കിരിക്കുന്ന പന്ത് കാണും. ഇത് ഇപ്പുറത്തുള്ളവന്മാരടിച്ച് ഇപ്പുറത്ത് കയറണം, ഇപ്പുറത്തുള്ളവന്മാർ അതിനെ തന്നെ അടിച്ച് ഇപ്പുറത്ത് കയറണം. ഇതാണ് കളി. 1.5 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടും. എന്നിട്ട് അവസാനം ആരൊക്കെ അടിച്ചു തരണം അവർക്കെല്ലാം ഗോള്. ഇത് എന്തൊരു നാണം കെട്ട കളിയാ. ഇതില് എത്രയോ ഭേദമായിരുന്നു മുഖ്യമന്ത്രി കസേര സെലക്ട് ചെയ്ത്. അത് ഈ 3 പേരും ഒരു കസേര കിടന്നുകൊണ്ടുള്ള കസേര കളിയേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ എന്നതാ, ഒരു മര്യാദ വേണ്ടേ? ഇതിപ്പോ ഒരു കൊച്ചു കളിക്കുന്ന കളിപ്പാട്ടം വേറൊരു കൊച്ചു തട്ടിപ്പറിച്ച് മേടിക്കുന്ന കണക്കല്ലേ? നാണക്കേട്. 10-11 പേര് ഒരു ബോൾ തട്ടിക്കൊണ്ടുവന്ന് ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഇടാൻ നോക്കുന്നു. ഉടനെ ഇവിടുന്ന് 10-11 പേര് തട്ടിക്കൊണ്ടുപോയി അപ്പുറത്ത് ഇടാൻ നോക്കും. എടാ, ഇവന്മാർക്ക് 2 കൂട്ടർക്കും അപ്പുറം ഇപ്പുറം അവന്മാരുടെ സ്ഥലത്ത് തന്നെ ഓരോ കോർട്ട് കൊടുത്തിട്ട് അതിനകത്ത് അടിച്ചിട്ടാ പോരെ. ഈ കണ്ടവന്റെ കോർട്ട് അടിച്ചിടുന്നു. ഇവനൊക്കെ എന്താ ഇത്ര നിർബന്ധം? എന്റെ പൊന്നു മെമ്പറെ, ഇങ്ങനെ മണ്ടത്തരം വിളിച്ച് പറയരുത്. ഞാൻ എഴുതി തരാം, അതവിടെ പോയി ഒന്ന് വായിച്ചാ മതി. ഓക്കെ? അപ്പൊ ഞാൻ ഇന്ന് വൈകുന്നേരം മെമ്പറിന് എസ് എഴുതി എത്തിക്കും. കാണാതെ പഠിച്ച് അവിടെ ഒന്ന് കീജിക്കോളാം. വാട്സാപ്പ് ചെയ്യേ, വോയിസ് മെയിൽ അയക്കേ, എന്ത് വേണേലും ചെയ്തോ. കേട്ടാണേലും കണ്ടാണേലും ഇത് പഠിച്ചിരിക്കും. അവിടെ പോയി പ്രസംഗിച്ച് കത്തി കേറിയിരിക്കും. അല്ലടാ, നമ്മൾ സ്ക്രീൻ വെച്ച് കഴിഞ്ഞാലേ ഏകദേശം എത്ര ആൾക്കാരുണ്ടാവും? അതൊരു 100-150 പേരുണ്ടാവും. 150 പേരിനൊക്കെ താങ്ങുമോ നമ്മള്? എടാ, ഇനി സ്റ്റേജിലല്ലല്ലോ നടത്തുന്നത്, ഗ്രൗണ്ടിലല്ലേ. എന്ത് താങ്ങാൻ 10 പ്രശ്നം? ശരിക്ക് നമ്മുടെ നാട്ടിൽ നമ്മളായിരിക്കും ആദ്യത്തെ സ്ക്രീനും വെക്കുന്നത് അല്ലേ? ആ പേര് നമുക്ക് അടിച്ചെടുക്കാം. ഇയാൾ എവിടെ നിന്ന് വന്നു? സ്ക്രീനിങ്ങോ? എന്ത് സ്ക്രീനിങ്? ഞങ്ങളിവിടെ നാട്ടിലെ സ്ക്രീനിങ് നടത്തുന്നു, ഫുട്ബോൾ കാണാൻ. ആരോട് ചോദിച്ചിട്ട്? ആരോട് ചോദിക്കണം? ഞങ്ങളേ മുഖ്യമന്ത്രിക്ക് അപേക്ഷിച്ചായിരുന്നേ, പക്ഷെ കിട്ടിയില്ല. കളിക്കല്ലേ. ഈ പാലാറ്റിങ്കര ഗ്രാമപഞ്ചായത്തിൽ ഒറ്റ സ്ക്രീൻ മതി, സ്ക്രീൻ 1. കേട്ടോടാ? ഇതിലേതാ ബോള്? ഇതിലേതാ ബോള്? കളിക്കല്ലേ. എനിക്കൊക്കെ ഫുട്ബോൾ എന്താന്ന് അറിയൂടോ, സ്ക്രീനിങ് കൊണ്ട് വെക്കാൻ അവിടെ. പിന്നെ എന്താടോ? അത് ഫുട്ബോളാന്ന് അറിയാം. അർജന്റീനയാണ് കേട്ടാ. ഞങ്ങളൊക്കെ മെസ്സി ഫാനാ, മെസ്സി ഫാൻ. കഴിഞ്ഞ പ്രാവശ്യം കപ്പടിച്ചാരാ? ഞങ്ങളാ. 5 കപ്പടിച്ചാരാ? നീ ഒന്ന് പോടെ. നീയൊക്കെ എന്ന് കപ്പടിച്ചെന്നാ? പണ്ടെങ്ങാണ്ടോ കപ്പടിച്ചിട്ട്. ഓ, നിങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ലേ, പാവപ്പെട്ടവരാ. എന്തുവാടാ നിങ്ങൾ 2 കളറായിട്ട്? അത് കളറൊന്നും നോക്കണ്ട, ഞങ്ങൾ വെക്കട്ടോ. കാണാം. അങ്ങനെ നീ ഒന്ന് വച്ച് നോക്ക്. വെക്കും. അവിടെ ഒറ്റ സ്ക്രീൻ മാത്രമേ ഉയരുള്ളൂ. കാണാൻ തന്നെ വെക്കുന്ന സ്ക്രീൻ അല്ലേ? കളിക്കല്ലേട്ടാ. പ്രിയപ്പെട്ട പാലാറ്റിൻകരയിലെ ഫുട്ബോൾ പ്രേമികളെ, അങ്ങനെ ഒരു ഫുട്ബോൾ കാലം കൂടി കടന്നു വരവായി. ഇത്തവണ നമ്മുടെ പാലാറ്റിൻകരയിലെ ഫുട്ബോൾ പ്രേമികൾക്കായി ഞാനും എൻ്റെ പാർട്ടിയും നിരവധി സർപ്രൈസുകളാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഫുട്ബോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കായിക വിനോദമാണ്. അത് കൊള്ളാം. വലുതാവുമ്പോൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ലോകകപ്പിൽ കളിക്കുന്ന ഒരു വനിതാ താരമാകണം എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം. ചാനല് വെക്കി, കളി കാണണം. വെക്കി. കളി കാണാൻ നിങ്ങൾ ഇങ്ങോട്ടാണോ? നിന്റെ ഒക്കെ വീട്ടിൽ പോയിരുന്നു കാണാ. അതിന് കറണ്ട് വേണ്ടേ? കറണ്ട് ഇല്ലെന്ന് പറഞ്ഞിട്ട് ഓടി ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വന്നത് എന്തിനാ? ഞങ്ങളുടെ ഇവിടത്തെ ജനങ്ങൾ അവിടെ കാണാൻ വേണ്ടി അങ്ങാടിയിൽ എല്ലാ ഭണ്ഡാരവും കൊണ്ട് വെച്ചിട്ട് ഞങ്ങക്ക് കറണ്ട് ഇല്ല. കറണ്ട് ഇല്ലാത്തതിന് നിങ്ങൾ ഇങ്ങോട്ടാണോ വന്നത്? മെമ്പറെ, ഞങ്ങൾക്ക് കളി കാണണം. നിങ്ങളുടെ പാർട്ടി ഭരിക്കണ സമയത്തെ ഒരു മാസമല്ലേ ആയിട്ടുള്ളൂ, പവർ കട്ടാണ്. ഞങ്ങളുടെ പാർട്ടി ഭരിക്കുമ്പോ ഒന്നുമില്ല. അതെ, നിർത്തിക്കേ. ഞങ്ങളുടെ പാർട്ടി ഭരിക്കുന്നത് ഇവിടുത്തെ പഞ്ചായത്താ, അല്ലാതെ KCB അല്ല. KCB ഭരിക്കുന്ന ആൾക്കാരോട് ചെന്നിട്ട് പറ കറണ്ട് ഇല്ലെന്ന്. മെമ്പർ എന്തൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് കളി കാണണം. ഇവിടെ ഇരുന്ന് കാണും ഞങ്ങൾ. ഇവിടെ കറണ്ട് ഇല്ലാത്ത വല്ല പോസ്റ്റ് ഒടിഞ്ഞു വീണതോ ലൈൻ കമ്പി പൊട്ടിയതോ വല്ലതായിരിക്കും. നിങ്ങൾ KCB ചെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് മാറി വെക്കുകയോ ലൈൻ കമ്പി ഒട്ടിക്കുകയോ കെട്ടിക്കുകയോ എന്ത് വേണേലും ചെയ്യുക. എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് കളിയാണ്. ഇത് സ്പെയിനിന്റെ കളിയാണ്. പുതിയ ജേഴ്സി ഇട്ടിട്ട് വന്ന് കണ്ടില്ലേ? കറണ്ട് ഇല്ല. എഴുന്നേറ്റടാ. പറ്റില്ല. എഴുന്നേറ്റടാ. പറ്റില്ല. നിന്റെയൊക്കെ വീട്ടിൽ കറണ്ട് ഇല്ലെന്ന് പറഞ്ഞോണ്ട് തലക്കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്ന മേലെ വീട്ടിൽ കയറിട്ടുണ്ടല്ലോ. അറിയാൻ പോകുന്ന പേടിച്ചിട്ടൊന്നല്ല, ഭയന്നിട്ട് പോവാണ്. പോയില്ലെങ്കിലേ ഞാൻ ചൂലുകെട്ടെടുത്ത് അടിച്ച് ഞാൻ ഓടിക്കും. ഇറങ്ങടാ എന്റെ വീട്ടിൽ വൃത്തിയോട്ടവന്മാര്. അടിയും കൂടെ കൊടുത്തു വിടേണ്ടതായിരുന്നു. ആടെ ഇറക്കാൻ വേഗം.
മെമ്പറെ ഡയലോഗ് പഠിച്ചല്ലോ അല്ലേ? ഇവിടെ എന്തൊക്കെയാണ് ആ പ്രസംഗത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്? കാണാപ്പാടമൊക്കെ പഠിച്ച്, പക്ഷെ എഴുതി വെച്ചിരിക്കുന്നത് എന്തുവാ? ഞാൻ ലോകം അറിയപ്പെടുന്ന വനിതാ എന്തുവാണ് ഫുട്ബോൾ താരമാകുമെന്നാ. ആ എന്റെ പൊന്നു മെമ്പറെ, ഇതൊക്കെ എഴുതി വെച്ചാലേ ഈ ഫുട്ബോൾ ഫാൻസിന്റെ ഹൃദയത്തിലോട്ട് കയറാൻ പറ്റുള്ളൂ. ഒന്ന് പോടാ അവിടുന്ന്. ഈ ഫുട്ബോൾ കളിക്കണ പോയിട്ട് നേരെ ചൊവ്വേ അത് കാണാൻ പോലും എനിക്ക് അറിയാൻ പാടില്ല. ഓ പിന്നെ എല്ലാവർക്കും ഇതൊക്കെ അറിഞ്ഞിട്ടല്ലേ പോയി നിൽക്കുന്നത്. മെമ്പറെ തള്ളി അങ്ങ് വിടണം. നമ്മൾ ഇലക്ഷൻ എന്തൊക്കെ തള്ളി വിട്ടിരിക്കുന്നത്, അതുപോലെ ഇതങ്ങ് തള്ളി വിട്ടാൽ മതി. അടുത്ത പ്രാവശ്യം വോട്ടായിട്ട് വീഴും പിള്ളേരുടെ. ഇങ്ങനെ ഓട്ടായിട്ട് വീഴാൻ പോകുന്നു. വേണമെങ്കിൽ മതി, അവസാനം വോട്ടെല്ലാം പോയിട്ട് എന്നെ ഒന്നും പറയില്ല. ബാ ഇറങ്ങാം. അല്ല മെമ്പർ എന്തിനാ ഈ നീല സാരി കൊടുത്തിരിക്കുന്നേ? എടോ എനിക്ക് മഞ്ഞ സാരി ഇല്ലായിരുന്നു. പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി. പിന്നെ തന്നെയല്ല, നീയുമായിട്ട് നല്ല മാച്ചും ആകുമല്ലോ എന്ന് വിചാരിച്ചു. ആ എന്തേലും ആവട്ടെ മെമ്പറെ, അവിടെ വന്ന് രണ്ടും കൽപ്പിച്ച് അങ്ങ് അടിച്ചോളണം. അതൊക്കെ ഞാൻ ഏറ്റി. പക്ഷെ എന്നാലും ആ വനിതാ ഫുട്ബോൾ താരം ആകുന്ന അത് മാത്രം ഒരു കല്ലുകടി ഇല്ല എന്നൊരു സംശയം. ഒരു കല്ലുകടിയില്ല മെമ്പർ. ഞാൻ എഴുതി തന്ന മീറ്ററിൽ അങ്ങ് പിടിക്കേണ്ടത്. സംഭവം സൂപ്പർ ഹിറ്റ് ആവും. ആ ഓക്കെ ഓക്കെ. എന്റെ മറഡോണ മുത്തപ്പ കാത്തോളണേ. അതേത് മുത്തപ്പൻ? ഫുട്ബോൾ പ്രമാണിച്ച് ഇപ്പൊ ഇറങ്ങിയതാ. ജനം പ്രതി മുത്തപ്പന്മാരിങ്ങനെ കിളിച്ചോണ്ടിരിക്കുവാണോ? പോലും മെമ്പർ അങ്ങോട്ട് ഇറങ്ങിയേ. ഓ ഒന്ന് നിന്നേ. എങ്ങോട്ടാണ് രണ്ടുപേരും? അത് ഞങ്ങൾക്ക് സൗകര്യമുള്ളടുത്ത് പോകും. അത് തന്നോട് പറയേണ്ട കാര്യമുണ്ടോ? ഞങ്ങളുടെ പാർട്ടിക്ക് പല അജണ്ടകളും കാണും, അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ മാച്ചാണല്ലോ. അപ്പൊ അറിഞ്ഞില്ലല്ലേ? അപ്പൊ ഒഫീഷ്യലായിട്ട് ഞാനൊരു ഇൻവൈറ്റേഷൻ അങ്ങോട്ട് തരാം. ഞങ്ങളുടെ പാർട്ടി അവിടെ ഗ്രൗണ്ടിൽ ഒരു വലിയ സ്ക്രീൻ വെക്കുന്നുണ്ട്. അപ്പൊ വൈകുന്നേരം ആകുമ്പോ ഫുട്ബോൾ വല്ലതും കാണണമെങ്കിൽ അങ്ങോട്ട് വരാം അല്ലേ? ഈ നാട്ടിലെ സകല പിള്ളേരും ഞങ്ങൾ വെക്കുന്ന സ്ക്രീനിലായിരിക്കണം ഫുട്ബോൾ കളി കാണേണ്ടത്. അതെ. എന്റെ രണ്ട് മക്കളെ, ഞങ്ങൾ ഇതൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചാണ്, അല്ലാണ്ട് നിങ്ങളൊന്നും അല്ല വെച്ചത്. ഞങ്ങളാണ് അവിടെ സ്ക്രീനിങ് നടത്താൻ പോണത്. നിങ്ങളുടെ സ്ക്രീനിങ് നടത്താൻ അവിടെ ആര് പറഞ്ഞു? ഭരണം ഞങ്ങളുടെ പക്ഷത്താണെങ്കിൽ ഞങ്ങൾ തന്നെ നടത്തും. അതെ, എന്ത് ഭരണായാലേ എന്റെ അടുത്ത് കടലാസുണ്ട് സാങ്ഷൻ കിട്ടിയത് കാണാ. ഒരു സാങ്ഷനും വേണ്ട. ഇത് തല്ലിപ്പൊളിച്ച് ഞങ്ങൾ കളഞ്ഞിട്ട് ഞങ്ങളുടെ സ്ക്രീൻ അവിടെ വെക്കും. കാണാം. വെറുതെ കിടന്ന ഭീകരവാദം എടുത്തില്ലേ? ഞങ്ങൾ ഓൾറെഡി മുഖ്യമന്ത്രിയും അവരൊക്കെ കണ്ട് എല്ലാ മീറ്റിംഗ് എല്ലാം സെറ്റാക്കി വെച്ചേക്കണാണ്. ഉദ്ഘാടന സമയം വരെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. മെമ്പറെ, ഹൈക്കമാൻഡിൽ നിന്ന് ഞാൻ പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ട്. എന്തിനാ ഇയാളുടെയൊക്കെ ഒന്നും അറിയാതെ വെറുതെ കിടന്ന് ഒച്ചയെടുക്കല്ലേ? ഒരു അവസ്ഥയിൽ നമുക്ക് വേണമെങ്കിൽ മുമ്പിലേക്ക് പോകാൻ പറ്റും. സ്ക്രീനിങ് ഏതാ എന്റെ കയ്യിലാണ്. എന്റെ കയ്യിലാണ് ലൈസൻസ് എല്ലാ സാധനം ഇരിക്കണേ. ഞങ്ങളുടെ ടീമായിട്ടൊന്ന് മുട്ടാൻ നോക്കണ്ട. ആ ഉണ്ട്. നിങ്ങളുടെ പിള്ളേരെ കളിച്ചു തോപ്പിക്കാൻ എനിക്ക് വേണ്ടി എന്റെ കൊച്ചാപ്പി കളത്തിലിറങ്ങുന്നതായിരിക്കും. നിനക്ക് അതിനെ പറ്റി വല്ലതറിയോ? ഫുട്ബോൾ നീയാ? ഫുട്ബോൾ അറിയാമോ? ഞാൻ ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയോണ്ടാ. ഇല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി ഞാൻ ഫുട്ബോൾ കളിച്ചേക്കാം. ഒന്ന് കാണാം. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കളിച്ച് ജയിച്ചാൽ നിങ്ങൾ സ്ക്രീൻ ചെയ്തോ. എന്റെ കൊച്ചാപ്പി കളിച്ച് ജയിക്കുകയും ചെയ്യും, ഞങ്ങളുടെ സ്ക്രീനിങ് ചെയ്യുകയും ചെയ്യും. മെമ്പറെ, നോ ടെൻഷൻ, ഐ വിൽ മാനേജ്. ഓക്കെ, നടയറ അങ്ങോട്ട് കളിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അറിയാവോടെ ഫുട്ബോൾ എന്താന്നൊക്കെ? നീയൊക്കെ രണ്ടെണ്ണം കൂടി ഈ എന്നെ തോപ്പിക്കണം. 2 ബോളുണ്ടല്ലോ. നീ കളിക്കല്ലേടാ. എടാ, ഈ എന്നെ മറികടന്നിട്ട് നിനക്കൊക്കെ ആ ഗോൾ പോസ്റ്റ് അടിക്കാൻ പറ്റും. ഇപ്പൊ അല്ലടാ പറഞ്ഞിട്ട് മേടിച്ചു. എടാ, ചുമ്മാ വന്ന ഉടനെ ഇങ്ങനെ എടുത്ത് വെച്ച് പന്തിലടിക്കാൻ പറ്റൂല. കളിക്ക് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? വാമപ്പ് ചെയ്യണം. എടോ എക്സസൈസ് മാത്രമേ ഉള്ളൂ, ഫുട്ബോൾ കളിക്കണ്ടേ? കളിക്കണം. ഈ ലാസ്റ്റ് ആയിട്ട് ഒരു മേജർ സാധനം കൂടെ ഉണ്ട്. എന്തുവാ? അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ വാമപ്പ് കഴിഞ്ഞു. നിങ്ങൾ എന്താ എണ്ണം കൂടിയാ? ഞങ്ങൾ 2 പേരേ ഉള്ളൂ. ലാസ്റ്റ് ഒരു വാമപ്പ്. ഇതുകൂടെ കഴിയുമ്പോ എല്ലാം പൂർത്തിയാവും. ഓക്കെ, ഇങ്ങനെ കാറ്റ് പോയാ പോവാ, അല്ലെങ്കിൽ പോലെ പാതകത്തിന് പണിയാവും. മെസ്സി കാണാം. ഇതിപ്പോ എന്തൊരു കഷ്ടമായിപ്പോയെന്ന് ഓർക്കുന്നത്. കളിക്കാനായിട്ട് ആ കളത്തിലോട്ട് കാല് വെക്കുന്നതിന് മുമ്പ് വാമപ്പ് ചെയ്തപ്പോഴേ തന്നെ അവൻ കുഴഞ്ഞു വീണു. എന്റെ പൊന്നു മെമ്പറെ, എന്റെ പ്രൈം ടൈമിൽ ഞാൻ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു. ഞാൻ വാമപ്പ് കഴിഞ്ഞ് ഗ്രൗണ്ടിൽ ഇറങ്ങിയ ഒരു 5 എണ്ണം അടിച്ചിരിക്കും. ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാ പറയുന്ന വയ്യാത്ത വെട്ടി കയ്യാലെ കയറാൻ പോകരുതെന്ന്. ആകെപ്പടെ നാണക്കേടായല്ലോ എന്ന് ഓർക്കുക. ഇനി അവരുടെ മുന്നേ എങ്ങനെ നോക്കും? അവൻ അന്നേ വരുന്ന എനിക്കറിയാമല്ലോ കളിക്ക് മുമ്പ് തന്നെ. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ വീട്ടിൽ വിളിച്ചത്. എന്റെ മോനെ, എനിക്കിത് പണ്ട് അറിയാന്ന്. ആശാനും കൂടെ അവിടെ വേണമായിരുന്നു. അത് എന്ത് ചെയ്യാൻ പറ്റും? എന്തേ എന്നിട്ട് എന്താണ് കിട്ടി നമുക്ക് അല്ലേ? നമുക്ക് ഇനി കിട്ടുക. നമുക്ക് നോക്കാതനുസരിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാ. ഹലോ.
ആണോ? അയ്യോ. ആ ശരി, നമുക്ക് പെർമിഷൻ കിട്ടിയില്ല ആശാൻ. ഇല്ല, കിട്ടിയില്ല. എന്ത് നീ പറയണേ? ഇല്ല, അത് നമ്മൾ കൊടുക്കണേക്കാൾ മുമ്പേ AGP-ക്കാർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവൻ മറ്റേ ഒരു പ്രൂഫ് കാണിച്ചു തന്നത് എനിക്ക് കിട്ടിയില്ല. നമുക്കൂല്ല, അവർക്കൂല്ല. പറയണോ സാർ? വയ്ക്കാൻ പറ്റൂലേ? അവർക്കും വയ്ക്കാൻ പറ്റൂലേ? AGP-യാ? ഓ, അവന്മാർ ഇതിനു മുമ്പേ അപേക്ഷ കൊടുത്താ? അയ്യോ. ഓ ശരി സാറേ. എന്താടാ? മെമ്പറെ, സ്ക്രീനിങ് നമുക്കും വയ്ക്കാൻ പറ്റൂല, മറ്റവന്മാർക്കും വയ്ക്കാൻ പറ്റൂല. അതെന്താ? AGP ഇല്ലേ, AGP അവന്മാര് വന്ന് കൊണ്ടുപോയി ലൈസൻസ് ഒക്കെ. അയ്യോ, അവന്മാര് നേരത്തെ അപ്ലൈ ചെയ്തെന്ന്, ഈ ലോകകപ്പിന് മുമ്പ്. ഇവന്മാർക്ക് ഇതൊക്കെ എങ്ങനെ അറിയാവടാ? നമ്മൾ ഐഡിയ ആയിരുന്നല്ലേ, ഇന്നലെ ഇവിടെ പാളി.